അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് റവ ഉപയോഗിച്ചിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. ഇതൊരു കപ്പ് അവിലാണ്, സാധാ അവിലിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധാ അവിലാണ്. അതിൻ്റെ വൈറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ഒന്ന് വാഷ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഈ ഒരു കപ്പ് അവിൽ നന്നായി വാഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നന്നായി വാഷ് ചെയ്തു. ഇതിലോട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 10 മിനിറ്റോളം ഇത് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഇത് മുങ്ങിക്കിടക്കണം, അത്ര വെള്ളം മതിയിട്ട്, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. അപ്പോൾ ഇതിനി ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു ഡോ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഡോ പ്രിപ്പയർ ചെയ്യാം. വേറൊരു ബൗൾ എടുക്കുക. ഈ ഒരു ബൗളിൽ ഒരു കപ്പ് റവ ഇട്ട്, ഇത് നല്ല നൈസായിട്ടുള്ള റവയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നൈസായത് അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള തരിയുള്ളതാണെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ല നൈസായിട്ടുള്ള റവയാണ്. അപ്പോൾ ഒരു കപ്പ് റവ, 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കേട്ടോ. 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഇതെല്ലാം കൈയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാതെ കേട്ടോ. ഈ ഓയിൽ എല്ലാ ഭാഗത്തേക്കും ആയിന്ന് ഉറപ്പ് വരുത്തണം. ഇനി ഇതിലോട്ട് ഇത് വെള്ളം ചൂടുള്ള വെള്ളം കേട്ടോ. കുറച്ച് നമ്മളെ കയ്യിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയുള്ള ചൂടാണ്, പറ്റിയ നോർമൽ വാട്ടർ അല്ല, കുറച്ച് ചൂടുള്ള വെള്ളമാണ്. അപ്പം ഈ വെള്ളം ഉപയോഗിച്ച് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. റവ ആയതുകൊണ്ട് റവ നന്നായി വെള്ളം അബ്സോർബ് ചെയ്യും. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഡോ ആണ് നമുക്ക് കുഴച്ചെടുക്കാൻ കേട്ടോ. ഒരുപാട് ടൈറ്റ് അല്ല. ടൈറ്റ് ആകുമ്പോൾ പിന്നെ അത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഹാർഡാവും. അപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ള ഡോ വേണം പ്രിപ്പയർ ചെയ്യാൻ. ഇതാട്ടോ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നല്ല ലൂസായിട്ടുള്ള ഫോമിലാട്ടോ ഇപ്പോൾ ഇതുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇച്ചിരി കൂടി ഇത് ഹാർഡായി മാറും കേട്ടോ. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അവല് സോക്കാൻ വെച്ചിട്ട് 10 മിനിറ്റോളം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞത് നന്നായി ഡ്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. വെള്ളം പാടില്ല, നന്നായി ഡ്രെയിൻ ആവണം കേട്ടോ. അപ്പോൾ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് എക്സസിലെ വെള്ളമൊക്കെ കളയണം. ഇതിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ആയിട്ട് ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ് ഇത് ആഡ് ചെയ്യുക. 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഇഞ്ചിയാണ് ഇത് ആഡ് ചെയ്യുക. ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി നുറുക്കിയതാണ് ഇത് ആഡ് ചെയ്യുക. 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ ക്യാരറ്റിൻ്റെ പീസ്, ഒരു 3 ടേബിൾ സ്പൂണോളം ക്യാബേജ്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ഗരം മസാല, ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം, 1/4 ടീസ്പൂണോളം കായപ്പൊടി. ഇതെല്ലാം ഇനി ഒന്നുകൂടി മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അരിപ്പൊടിയോ മൈദ എന്തും ആഡ് ചെയ്യാം. ഇപ്പോൾ അരിപ്പൊടി ആഡ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇതാട്ടോ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച് റവയാണിത്. ഇതൊന്നും കൂടി കൈ വെച്ച് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം കേട്ടോ. ഇതായിട്ട് ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്, സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഒരു ഉരുളകൾ എടുക്കുക. ഇനി ഒരു ബോൾസ് എടുക്കുക. ഇതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ പരത്തുമ്പോൾ പൊടിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കാൻ തോന്നുകയാണെങ്കിൽ റോളറിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് പരത്തിയാൽ മതി. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അതിനാദ്യം ഞാനൊരു ഓവൽ ഷേപ്പിലൊരു പരത്തിയെടുക്കട്ടോ കേട്ടോ. ഇതാട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി പാടില്ല, ഈ ഒരു കട്ടിയിൽ പരത്താൽ മതി കേട്ടോ. ഇനി ഇത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതാ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ എല്ലാ സൈഡിലും വെള്ളം ഒന്ന് തടവി കൊടുക്കുക കേട്ടോ. ഒട്ടിക്കാനാണ്. കുറച്ച് വെള്ളം ഇങ്ങനെ എല്ലാ വിരലും ഉപയോഗിച്ച് കുറച്ച് വെള്ളമാക്കുക എല്ലാ ഭാഗത്തും.
കൊടുത്ത് ഇനി മസാല എടുത്തുകൊണ്ട് കുറച്ച് ദൂരം കേട്ടോ, എഡ്ജിൽ വെക്കരുത്, ഇച്ചിരി ദൂരത്തെ ഈ മസാല വയ്ക്കുക. എന്നിട്ട് ഈ ഭാഗം എടുത്ത് അങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. ഇതിൽ കട്ട് ചെയ്ത് കൊടുക്കുക. 1 2 3 4. ഇതിങ്ങോട്ട് എടുത്തുകൊണ്ട് ഇതാട്ടോ ഈ ഒരു പാറ്റേണൊക്കെ ഇട്ടാട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നന്നായി ഒന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ തുറയാൻ സാധ്യത ഉണ്ട്. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കുക. ഇതാട്ടോ ഞാൻ എല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം എനിക്ക് ഈ മാവ് കൊണ്ട് ഒരു 6 എണ്ണം കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് 6 എണ്ണം കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ റേഷ്യോ കൂട്ടിയെടുക്കുക കേട്ടോ. ജസ്റ്റ് ഇത്ര ശ്രദ്ധിച്ചാൽ മതി. 1 കപ്പ് റവ ആകുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കണം. അപ്പോൾ ഒരു അളവിൽ ചെയ്താൽ മതി കേട്ടോ. ഇത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഗ്യാസിലൊരു പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് നമ്മുടെ ഓരോ ഇതും ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പൊരിക്കാൻ. ഹൈ ഫ്ലെയിമിലിട്ട് പൊരിക്കരുത്, കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. ലൈൻ ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് വേവിക്കാം കേട്ടോ. അത്ര ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ അത് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ റെഡി ആയിട്ട് നമ്മുടെ റവ അവിൽ പാക്കറ്റ്സ്. നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും ഒന്ന് അമർത്തുക. ഇതിൻ്റെ ക്രിസ്പിനെസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.